ഹലോ, സ്റ്റഡി ടൈം ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചലന സമവാക്യങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇനി നോക്കാനുള്ളത് സമത്വരണം, അസമത്വരണം. ഒരു വസ്തുവിൻ്റെ പ്രവേഗമാറ്റത്തിൻ്റെ അളവ് തുല്യ ഇടവേളകളിൽ തുല്യമായിരുന്നാൽ അത് സമത്വരണത്തിലാണ്. എന്നാൽ ഒരു വസ്തുവിൻ്റെ പ്രവേഗമാറ്റത്തിൻ്റെ അളവ് തുല്യ ഇടവേളകളിൽ വ്യത്യസ്തമായിരുന്നാൽ അത് അസമത്വരണത്തിലാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് സമത്വരണം എന്താണ്, അസമത്വരണം എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രവേഗമാറ്റത്തിൻ്റെ അളവ് തുല്യ ഇടവേളകളിൽ തുല്യമായിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് സമത്വരണമാണ്. ഇനി അതുപോലെ തന്നെ പ്രവേഗമാറ്റത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് തുല്യ ഇടവേളകളിൽ വ്യത്യസ്തമാവുകയാണെന്നുണ്ടെങ്കിൽ അത് അസമത്വരണത്തിലാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്ത് നോക്കാനുള്ളത് റോഡ് നിയമങ്ങളെക്കുറിച്ചാണ്. അതുപോലെ തന്നെ കാൽനട യാത്രക്കാരും റോഡ് നിയമങ്ങളൊക്കെ പാലിക്കേണ്ടതുണ്ട് അല്ലേ. കാൽനട യാത്രക്കാർ പാലിക്കേണ്ട റോഡ് നിയമങ്ങൾ ഏതൊക്കെയായിരിക്കും? അത് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യം തന്നെയാണ് അല്ലേ. ചെറിയ ക്ലാസ് തുടങ്ങി നിങ്ങൾ പഠിക്കാറുള്ളതാണ്. കാൽനട യാത്രക്കാർ റോഡിൻ്റെ വലതുവശം ചേർന്ന് നടക്കുക. സീബ്ര ക്രോസിങ്ങിലൂടെ സിഗ്നൽ അനുസരിച്ച് മാത്രം റോഡ് ക്രോസ് ചെയ്യുക. ഇനി റോഡ് അപകടങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ സുരക്ഷിതമായ യാത്ര ഉറപ്പുവരുത്തുന്നതിനും റോഡ് സൈനുകളും റോഡ് മാർക്കിങ്ങുകളും നടപ്പിലാക്കേണ്ടതുണ്ട് എന്ന്. അങ്ങനെ റോഡ് സൈനുകളെ പ്രധാനമായിട്ടും 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. റോഡിൻ്റെയൊക്കെ സൈഡുകളിൽ സൈൻ ബോർഡുകളൊക്കെ വെച്ചിട്ടുണ്ടാവും അല്ലേ. അത് പല ആകൃതിയിലുള്ളതായിരിക്കും. വൃത്താകൃതിയിലുണ്ടാവും, ത്രികോണത്തിൻ്റെ ആകൃതിയിലുണ്ടാവും, ചതുരാകൃതിയിലൊക്കെ ഉണ്ടാവും. അവയ്ക്ക് ഓരോന്നിനുള്ള പ്രത്യേകതകളാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യത്തേത് മാൻഡേറ്ററി സൈനുകളാണ്, അതായത് നിർബന്ധമായും പാലിക്കേണ്ടവ സൂചിപ്പിക്കുന്ന ചിഹ്നങ്ങൾ. അടുത്തത് കോഷണറി സൈനുകൾ, അതായത് ജാഗ്രതാ സൂചക ചിഹ്നങ്ങൾ. നെക്സ്റ്റ് വരുന്നത് ഇൻഫോർമേറ്ററി സൈനുകളാണ്, അടിസ്ഥാന വിവര സൂചകങ്ങൾ. ഇനി ഇതുമായി ബന്ധപ്പെട്ട് എക്സാമ്പിളുകൾ തന്നിട്ടുണ്ട്, അതും കൂടി ഒന്ന് നോക്കാം. ഇത് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ട് തന്നെ സീരിയസ് ആയി പഠിക്കണം കേട്ടോ. ഇത് ആദ്യത്തേത് മാൻഡേറ്ററി സൈനുകളാണ്. മാൻഡേറ്ററി സൈനുകളിൽ എന്തൊക്കെയാണ് നിർബന്ധമായും പാലിക്കേണ്ടത് എന്നുള്ള മുന്നറിയിപ്പ് നൽകുന്ന അടയാളങ്ങളാണ് ഇത്തരം ചിഹ്നത്തിൽ നൽകിയിരിക്കുന്നത്. ആദ്യത്തേൽ തന്നിട്ടുള്ളത് റൗണ്ടിൻ്റെ ഉള്ളിൽ പി വന്ന് അതിനെ വിട്ടിടാന്നുണ്ടെങ്കിൽ ഇവിടെ പാർക്ക് ചെയ്യരുത്. പിന്നെ സൈക്കിളിൻ്റെ ചിഹ്നം തന്നിട്ടാണെന്നുണ്ടെങ്കിലോ സൈക്കിൾ യാത്ര നിരോധിച്ചിരിക്കുന്നു. അടുത്തത് ഹോൺ നിരോധിച്ചിരിക്കുന്നു. അപ്പോൾ റൗണ്ടിൻ്റെ ഉള്ളിൽ പാർക്കിംഗ് വരുന്നുണ്ട്, സൈക്കിൾ വരുന്നുണ്ട്, ഹോൺ ഉണ്ട്. ഇതെല്ലാം നിരോധിക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു വെട്ട് വന്നിരിക്കുന്നത്. മനസ്സിലായല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ നിർബന്ധമായും പാലിക്കേണ്ടത് എന്നുള്ള മുന്നറിയിപ്പ് തരുന്ന ചിഹ്നങ്ങളാണ് കേട്ടോ. അടുത്തത് കോഷണറി സൈനുകളാണ്. കോഷണറി സൈനുകളിൽ ത്രികോണാകൃതിയിലുള്ള ചിഹ്നങ്ങളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ മുന്നോട്ടുള്ള യാത്രയിൽ റോഡിൻ്റെ അവസ്ഥയെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകളാണ് ഇത്തരം ചിഹ്നത്തിലൂടെ മനസ്സിലാവുന്നത്. ആദ്യത്തേത് വന്നിരിക്കുന്നത് ഹമ്പിൻ്റെ ചിഹ്നമാണ് അല്ലേ. പിന്നെയോ ഇടുങ്ങിയ പാലം, സ്കൂൾ സമീപം. കുട്ടിയുടെ ഒരു പടം തന്നിട്ട് സ്കൂളിൻ്റെ ആര് തന്നിട്ടുള്ളത് എല്ലാവർക്കും മനസ്സിലാവും അല്ലേ. മറ്റേത് രണ്ടെണ്ണം ചിലവർക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ ആദ്യത്തേത് ഹമ്പാണ്, രണ്ടാമത്തേത് ഇടുങ്ങിയ പാലം. അതൊന്ന് ഓർത്ത് വയ്ക്കണം കേട്ടോ. അപ്പോൾ കോഷണറി സൈനുകളിൽ വരുന്നതാണ് ഹമ്പ്, ഇടുങ്ങിയ പാലം, സ്കൂൾ സമീപത്തുള്ളത് കേട്ടോ. അടുത്തത് ഇൻഫോർമേറ്ററി സൈനുകളാണ്. വാഹനം ഓടിക്കുമ്പോൾ പോകേണ്ട ദിശ, വിവിധ സ്ഥലങ്ങളിലേക്കുള്ള ദൂരം, മറ്റ് സൗകര്യങ്ങൾ ലഭ്യമായ സ്ഥലം എന്നിവയെല്ലാം ഈ സൈൻ ഉപയോഗിച്ച് മനസ്സിലാക്കാം. ആദ്യത്തേത് പെട്രോൾ പമ്പ്, അതെല്ലാവർക്കും അറിയാം അല്ലേ. പിന്നെ പോലീസിൻ്റെ ആയാലും അറിയാം, ആശുപത്രി ആയാലും അറിയാം. അപ്പോൾ ഇൻഫോർമേറ്ററിയിൽ വരുന്നത് പെട്രോൾ പമ്പ്, പോലീസ് സ്റ്റേഷൻ, ആശുപത്രി, ഇതൊക്കെയാണ്. അപ്പോൾ ഈ എക്സാമ്പിളുകൾ ഏതിലേക്കാണ് വരുന്നതെന്ന് എന്തായാലും പഠിച്ചു വയ്ക്കണം കേട്ടോ. എക്സാമിന് അതൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അത് നിങ്ങളെടുത്ത് എഴുതേണ്ടി വരും കേട്ടോ. ഒരു ടേബിളിലൊക്കെ ഫില്ല് ചെയ്യാനൊക്കെ വേണ്ടി തരാറുണ്ട്. ഇനി സൈനുകൾക്ക് പുറമെ റോഡ് മാർക്കിങ്ങുകളും കൂടി ഉണ്ട്. അതിലിപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നത് സീബ്ര ക്രോസിംഗ് ആണ് അല്ലേ. ആദ്യത്തെ രണ്ടെണ്ണം ചിലർക്ക് മാത്രമേ അറിയുള്ളൂ, അറിയില്ലാത്തവരുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യത്തേത് നോക്കാം. വാഹനങ്ങൾക്ക് നിയന്ത്രിതമായി മുറിച്ചു കടക്കാൻ കഴിയുന്നവ, അതായത് സെൻട്രിൽ കൂടെയുള്ള വിട്ടുവിട്ടുള്ള ലൈൻ എന്ന് പറയുന്നത് വാഹനങ്ങൾക്ക് മുറിച്ചു കടക്കാൻ പറ്റും, അതായത് അപ്പുറത്തെ സൈഡിലേക്ക് ജസ്റ്റ് ഒന്ന് മുറിച്ചു കടക്കാൻ പറ്റും എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. രണ്ടാമത്തെ വന്നിരിക്കുന്നത് വാഹനങ്ങൾ മുറിച്ചു കടക്കാൻ പാടില്ലാത്തവയാണ്, അതായത് ഒരു സൈഡിൽ കൂടെ മാത്രമേ പോകാൻ പാടുള്ളൂ, അപ്പുറത്തെ സൈഡിൽ കൂടെ ലെഫ്റ്റ് സൈഡിൽ പോകണതൊന്നും റൈറ്റ് സൈഡിലേക്ക് കയറി പോകാനൊന്നും പാടില്ല. അപ്പം അങ്ങനെ കാണിക്കുന്നതാണ്. പിന്നെ മൂന്നാമത് വന്നിരിക്കുന്നത് സീബ്ര ക്രോസിംഗ് ആണ്, അതെല്ലാവർക്കും അറിയാം. റോഡ് നിയമങ്ങൾ അനുസരിക്കാത്തത് കൊണ്ട് മാത്രമാണോ അപകടങ്ങൾ സംഭവിക്കുന്നത്? അല്ലല്ലോ, പല കാരണങ്ങൾ കൊണ്ടും അപകടങ്ങൾ സംഭവിക്കാറുണ്ട്. ഇവിടെ പറഞ്ഞിട്ടുള്ളത് മങ്ങിയ വെളിച്ചത്തിൽ കടുനിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ച് റോഡരികിലൂടെ നടന്നു പോകുന്നവരെയും റോഡ് മുറിച്ചു കടക്കുന്നവരെയും മറ്റും ഡ്രൈവർമാർക്ക് കാണാൻ കഴിയാതെ വരാം. അത് അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തും. ഈ സമയങ്ങളിൽ ഇളം നിറത്തിലുള്ള വസ്ത്രം ധരിക്കുന്നതല്ലേ ഉചിതം. അതായത് മങ്ങിയ വെളിച്ചുള്ള സമയത്തൊക്കെ നമ്മൾ റോഡിലൂടെയൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ പരമാവധി ഇളം നിറത്തിലുള്ള ഡ്രസ്സുകളൊക്കെ ധരിക്കാനൊക്കെയാണ് പറയുന്നത്. അതൊക്കെ പ്രാക്ടിക്കലാണോ എന്ന് നമുക്കൊന്നും അറിയില്ല, പക്ഷെ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഓക്കെ. അടുത്തത് ഇവിടെ തന്നിട്ടുള്ളത് 2016 മുതൽ 2022 വരെ കേരളത്തിലുണ്ടായ റോഡ് അപകടങ്ങളുടെ എണ്ണത്തെ സംബന്ധിച്ചൊരു ഗ്രാഫാണ്. ഇവിടെ ഗ്രാഫിൽ നിന്നും എന്തെല്ലാം വിവരങ്ങളാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതൊക്കെ കണ്ടെത്തി വിവരങ്ങൾ ലിസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഒരു ഗ്രാഫ് വരയ്ക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഗ്രാഫ് പേപ്പറിൽ എക്സ് ആക്സിസും വൈ ആക്സിസും അടയാളപ്പെടുത്തണം അല്ലേ.
ഗ്രാഫ് പേപ്പറിൽ താഴെയുള്ള വരയ്ക്കുന്ന ഒരു വരേനെ എക്സ് അക്ഷം എന്നും മുകളിലേക്ക് വരയ്ക്കുന്നതിന് വൈ അക്ഷം എന്നാണ് പറയുന്നത്. ഗ്രാഫ് പേപ്പറിൽ തന്നിട്ടുള്ള ഓരോ ചതുരവും 1 സെന്റിമീറ്റർ വെച്ചാണ്. അപ്പോൾ എക്സ് അക്ഷത്ത് വർഷമാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. വൈ അക്ഷത്തിൽ 1 സെന്റിമീറ്റർ വെച്ചിട്ട് 10,000 എണ്ണം എന്ന് പറഞ്ഞാണ് കൊടുത്തിരിക്കുന്നത്. 2016 മുതൽ 2022 വരെയുള്ള ആക്സിഡൻറ്റുകളുടെ എണ്ണമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഗ്രാഫിൽ തന്നിട്ടുള്ള വിവരങ്ങൾ വെച്ച് നോക്കുമ്പോൾ 2020 ഏറ്റവും കുറവ് ആക്സിഡൻറ്റ് നടന്നിട്ടുള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് 2022 അതായത് 40,000 കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്നും എന്തൊക്കെ വിവരങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് പറയാം. ആക്സിഡൻറ്റ് കുറവ് നടന്നിട്ടുള്ള വർഷവും അതുപോലെ തന്നെ കൂടുതലുണ്ടായിട്ടുള്ള വർഷം ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. പിന്നെ അത് കൂടാണ്ട് 2018-ലും 2019-ലും നടന്നിട്ടുള്ള ആക്സിഡൻറ്റുകളുടെ എണ്ണം എന്ന് പറയുന്നത് ഏകദേശം ഒരേപോലെയൊക്കെ തന്നെയാണ് അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഗ്രാഫിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അടുത്തത് നോക്കാനുള്ളത് ചലനത്തിൻ്റെ ഗ്രാഫിക ചിത്രീകരണമാണ്. ഈ ഒരു ഭാഗത്ത് ഗ്രാഫിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഗ്രാഫ് ഒരു ദ്വിമാന ചിത്രമാണ്. ഗ്രാഫിൽ തിരശ്ചീന രേഖയായ എക്സ് ഡാഷിനെ എക്സ് അക്ഷമെന്നും ലംബരേഖയായ വൈ ഡാഷിനെ വൈ അക്ഷമെന്നും വിളിക്കുന്നു. ഇവിടെ തന്നിട്ടുണ്ട് എക്സ് ഡാഷ് കൊടുത്തിരിക്കുന്നത് ലെഫ്റ്റ് സൈഡിലാണ് അല്ലേ. വൈ ഡാഷ് എന്ന് പറയുമ്പോൾ വൈയുടെ ഏറ്റവും താഴെയാണ് വൈ ഡാഷ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ തിരശ്ചീനമായിട്ട് വരയ്ക്കുന്നതിനെ എക്സ് അക്ഷം എന്നും ലംബമായിട്ട് വരയ്ക്കുന്നതിന് വൈ അക്ഷം എന്നാണ് പറയുന്നത്. ആ രണ്ട് വരകളും കൂട്ടിമുട്ടുന്ന ഒരു ഭാഗമാണ് മൂലബിന്ദു, ഒറിജിൻ, ഓ എന്ന് പറഞ്ഞാണ് അടയാളപ്പെടുത്തുന്നത്. ഇനി എക്സ് അക്ഷത്തിൽ തന്നെ ഒ എക്സ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഒ എക്സ് എന്ന് പറയുന്നത് പോസിറ്റീവാണ്, വലത്തെ ഭാഗത്തേക്ക് നമ്മൾ അടയാളപ്പെടുത്തുന്നത്. അതുപോലെ ഒ എക്സ് ഡാഷ് എന്ന് പറയുന്നത് നെഗറ്റീവാണ്, അത് ഇടത്തോട്ട് രേഖപ്പെടുത്തുന്നത്. ഇതേപോലെ ഒ വൈ എന്ന് പറയുന്നത് അതായത് മുകളിലേക്കുള്ളത് പോസിറ്റീവാണ്, ഒ വൈ ഡാഷ് എന്ന് പറയുന്നത് നെഗറ്റീവാണ്. ഇനി ഗ്രാഫ് പേപ്പറിൽ 1 സെൻറ്റിമീറ്റർ നീളവും 1 സെൻറ്റിമീറ്റർ വീതിയുമുള്ള നിരവധി ഭാഗങ്ങളുണ്ടെന്ന്. ആ സ്ക്വയറുകൾ, ആ ചതുരക്കട്ടകളൊക്കെ 1 സെൻറ്റിമീറ്റർ വെച്ചാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഗ്രാഫിൽ ABCD എന്ന് പറഞ്ഞ് ഒരു ഭാഗം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ആ ഭാഗത്തിൻ്റെ പരപ്പളവ് എന്ന് പറയുന്നത് 1 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. ഇനി ഗ്രാഫ് ഏത് പേരിലാണ് അറിയപ്പെടുന്നതിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ എക്സ് അക്ഷത്തിൽ സമയവും വൈ അക്ഷത്തിൽ പ്രവേഗമാണ് കൊടുക്കുന്നതെങ്കിൽ ആ ഒരു ഗ്രാഫിനെ പ്രവേഗ സമയ ഗ്രാഫ് എന്ന് പറയാം. എക്സ് അക്ഷത്തിലും വൈ അക്ഷത്തിലും നമ്മൾ കൊടുക്കുന്ന ആ ഒരു പേരിനനുസരിച്ചായിരിക്കും ഗ്രാഫിൻ്റെ പേര് വരുന്നത്. ഇവിടെ തന്നിട്ടുള്ള ഗ്രാഫുമായി ബന്ധപ്പെട്ടുള്ള 2 ക്വസ്റ്റ്യനുകൾക്ക് ആൻസർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഏതു വർഷമാണ് ഏറ്റവും കുറവ് അപകടങ്ങൾ ഉണ്ടായത്? ഗ്രാഫിൽ നിന്ന് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും 2020 കുറവ് അപകടങ്ങൾ ഉണ്ടായിട്ടുള്ളത്. 2019 എത്ര അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്? 2019 നമുക്ക് എക്സ് അക്ഷം നോക്കാം, വൈ അക്ഷം നോക്കാം. തന്നിരിക്കുന്ന പോയിന്റ് വെച്ച് നോക്കുമ്പോൾ 40,000 ആ വർഷം ഉണ്ടായിട്ടുള്ള അപകടങ്ങളുടെ എണ്ണം. ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് തരുമ്പോൾ എക്സ് അക്ഷത്തിലെയും വൈ അക്ഷത്തിലെയും പോയിന്റുകൾ എവിടെ വെച്ചാണ് കൂട്ടിമുട്ടുന്നതെന്ന് നോക്കാം. അതിനനുസരിച്ചിട്ട് വേണം പോയിന്റുകൾ അടയാളപ്പെടുത്താൻ. അപ്പോൾ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് എക്സാമിന് ചോദിക്കാറുണ്ട്, നന്നായിട്ട് പഠിച്ചു വയ്ക്കാം. അടുത്തത് നിങ്ങളെടുത്ത് വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ വിവരങ്ങളൊക്കെ തന്നിട്ടുണ്ട്. ഇവിടെ സ്ഥാന സമയ ഗ്രാഫ് വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എക്സ് അക്ഷത്തിൽ സമയവും വൈ അക്ഷത്തിൽ സ്ഥാനവും അടയാളപ്പെടുത്തിയതിന് ശേഷം തന്നിരിക്കുന്ന വാല്യൂസൊക്കെ ഗ്രാഫ് പേപ്പറിൽ അടയാളപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ വരയ്ക്കുന്നത് നമുക്കൊന്ന് നോക്കാം. ഗ്രാഫ് പേപ്പറിൽ തിരശ്ചീനമായിട്ട് എക്സ് അടയാളപ്പെടുത്താം, അവിടെ സമയമാണ് അടയാളപ്പെടുത്താൻ പറഞ്ഞിട്ടുള്ളത്. പിന്നെ വൈ അക്ഷത്തിൽ സ്ഥാനം അടയാളപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട്. എക്സും വൈയും കൂടി ചേർന്ന ഭാഗത്ത് ഓ മൂലബിന്ദു അടയാളപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെ എക്സ് അക്ഷത്തിൽ 1 സെൻറ്റിമീറ്ററിൽ 2 സെക്കൻഡ് വെച്ചാണ് എടുക്കുന്നത്. അതായത് ഇപ്പോൾ എക്സ് സമയം നമ്മൾ 2, 4, 6, 8, 10 ഒന്നല്ലെങ്കിൽ അങ്ങനെ കൊടുക്കാം, അല്ലെങ്കിൽ 1, 2, 3, 4 അതും അങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വേണം കൊടുക്കാൻ. അപ്പോൾ എക്സ് അക്ഷത്തിൽ 1 സെൻറ്റിമീറ്റർ സീക്വൽ ടു ഇവിടെ 2 സെക്കൻഡാണ് കൊടുത്തിരിക്കുന്നത്. വൈ അക്ഷത്തിൽ 1, 2, 3, 4 അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണോ കൊടുക്കുന്നത് അതനുസരിച്ചിട്ട് വേണം തോത് എഴുതാൻ. ഇപ്പോൾ ഇവിടെ എക്സ് അക്ഷത്തിൽ 1 സെൻറ്റിമീറ്ററിന് 2 സെക്കൻഡ് വെച്ചാണ് കൊടുത്തിരിക്കുന്നത്. വൈ അക്ഷത്തിൽ 1 സെൻറ്റിമീറ്ററിന് 1 എന്ന് പറഞ്ഞാണ് കൊടുത്തിരിക്കുന്നത്. ഇനി തന്നിരിക്കുന്ന വാല്യൂസ് വെച്ചിട്ട് നമുക്ക് ഗ്രാഫ് പേപ്പറിൽ അടയാളപ്പെടുത്താം. അതെങ്ങനെയാണെന്ന് നോക്കാം. സമയത്തിൽ ആദ്യം തന്നിരിക്കുന്നത് 2 സെക്കൻഡാണ്. വൈ അക്ഷത്തിൽ സ്ഥാനമാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ആ സ്ഥാനത്തിൽ നമുക്ക് 1 തന്നിരിക്കുന്നത്, 1 മീറ്ററാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സമയത്തിൽ നിന്ന് 2 എടുക്കാം. അതുപോലെ വൈ അക്ഷത്തിലുള്ള സ്ഥാനത്തിൽ നിന്നും 1 നോക്കാം. അപ്പോൾ 2ന് നേരെ മുകളിൽ 1ന് നേരെ അവിടെ ഒരു പോയിന്റ് അടയാളപ്പെടുത്താം. അതിനുശേഷം എക്സ് അക്ഷത്തിൽ അടുത്തത് 4ആണ്. അപ്പോൾ നമ്മൾ എക്സ് അക്ഷത്തിൽ നിന്ന് 4ാമത്തെ നമ്പർ എടുക്കുക. നേരെ മുകളിലേക്ക് പോയിട്ട് 4ൻ്റെ താഴെ കിടക്കുന്നത് 2ആണ് അല്ലേ. വൈ അക്ഷത്തിൽ കൊടുത്തിരിക്കുന്നത് 2ആണ്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ 2 നോക്കാം. അപ്പോൾ 4ഉം 2ഉം കൂട്ടിമുട്ടുന്ന ആ ഒരു പോയിന്റിൽ അടുത്ത പോയിന്റ് അടയാളപ്പെടുത്താം.
ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് എക്സ് അക്ഷത്തിൽ 6ഉം വൈയിൽ 3ആണ്. അപ്പോൾ എക്സ് അക്ഷത്തിൽ 6 എടുക്കുക, 6ൻ്റെ നേരെ മുകളിൽ വൈയിൽ നിന്നും 3 എടുക്കുക. അപ്പോൾ 6ൻ്റെ നേരെ മുകളിലുള്ള 3ൽ ഒരു പോയിന്റ് അടയാളപ്പെടുത്താം. അടുത്തത് 8ആണ് എക്സിൽ വന്നിരിക്കുന്നത്, വൈയിൽ 4ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ 8ന് നേരെ മുകളിൽ 4ന് നേരെ ഒരു പോയിന്റ് അടയാളപ്പെടുത്താം. അടുത്തത് എക്സിൽ 10ഉം വൈയിൽ 5ഉമാണ്. അപ്പോൾ എക്സിൽ നിന്നും 10ാമത്തെ നമ്പർ എടുക്കുക, അതിനുശേഷം നേരെ മുകളിലേക്ക് പോയിട്ട് വൈയിൽ നിന്നും 5 എന്ന് പറയുന്ന നമ്പർ എടുക്കുക. ആ പോയിന്റുകൾ കൂട്ടിമുട്ടിനടുത്ത് നമുക്കൊരു ബിന്ദു അടയാളപ്പെടുത്താം. അതിനുശേഷം O എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും അല്ലെങ്കിൽ 0 നമ്മൾ ഒറിജിനായിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ടല്ലോ, അവിടെ നിന്നും ഈ പോയിന്റുകളെ കൂട്ടി യോജിപ്പിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു നേർരേഖയാണ് കിട്ടുന്നത് അല്ലേ. ഈ ഗ്രാഫുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യനുകൾക്ക് നമുക്ക് ആൻസർ ചെയ്യാം. ലഭിച്ച ഗ്രാഫിൻ്റെ സ്വഭാവം എന്ത്? ബ്രാക്കറ്റിൽ വന്നിരിക്കുന്നത് തിരശ്ചീനമായ നേർരേഖയാണ്, ചരിവുള്ള നേർരേഖയാണ്, വക്രരേഖയാണ്. ഇവിടെ ഗ്രാഫിൽ കിട്ടിയിരിക്കുന്നത് ചരിവുള്ള നേർരേഖയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഈ ഗ്രാഫ് ഏതു പേരിൽ അറിയപ്പെടുന്നു? ഇവിടെ നമ്മൾ സ്ഥാനവും സമയവും വെച്ചാണ് ഗ്രാഫ് വരച്ചത്. അപ്പോൾ നമുക്ക് പറയാം ഇത് സ്ഥാന സമയ ഗ്രാഫാണെന്ന് പറയാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ലഭിച്ച ഗ്രാഫിൻ്റെ ആകൃതിയിൽ നിന്ന് വസ്തുവിൻ്റെ പ്രവേഗത്തിൻ്റെ പ്രത്യേകത എന്ത്? സമപ്രവേഗം, അസമപ്രവേഗം. ഇവിടെ നമുക്ക് നോക്കാം, ഇവിടെ എക്സ് അക്ഷത്തിൽ വന്നിരിക്കുന്നത് 2, 4, 6, 8, അതായത് 2 വെച്ചിട്ടുള്ള വ്യത്യാസമാണ് വന്നിരിക്കുന്നത് അല്ലേ. ഇനി വൈ അക്ഷത്തിൽ നോക്കാന്നുണ്ടെങ്കിൽ 1, 2, 3, 4, 5. ഇവിടെ വ്യത്യാസം വന്നിരിക്കുന്നത് 1 വെച്ചിട്ടുള്ള വ്യത്യാസമാണ് വന്നിരിക്കുന്നത്. എല്ലാം ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ പറയാം എന്താ, സമപ്രവേഗമാണെന്ന് പറയാം. 5 സെക്കൻഡ് കൊണ്ട് വസ്തുവിനുണ്ടായ സ്ഥാനാന്തരം എത്രയാണ്? 5 സെക്കൻഡിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. എക്സ് അക്ഷത്തിൽ 2, 4, 6, 8 കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 4ൻ്റെയും 6ൻ്റെയും ഇടയിൽ നമുക്ക് 5 വരണമല്ലോ, 5 സെക്കൻഡ് വരണമല്ലോ. അതായത് ഇവിടെയുള്ള ഒരു ചതുരം എന്ന് പറയുന്നത് 1 സെൻറ്റിമീറ്റർ വെച്ചാണ് അല്ലേ. ചെറിയ വരകൾ അപ്പോൾ 10 ഉണ്ടാവും. അതിലെ ചെറിയ വരകൾ 5 വരുമ്പോഴാണ് ഈ 4ൻ്റെയും 6ൻ്റെയും ഇടയിലുള്ള സംഖ്യ വരുന്നത്. അപ്പോൾ നമുക്ക് അവിടെ 5 സെക്കൻഡ് എടുക്കാം. എക്സ് അക്ഷത്തിൽ നിന്നും 5 എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും നേരെ മുകളിലേക്ക് ചെരിച്ച് നമ്മൾ വരച്ചിട്ടുണ്ടല്ലോ, അതിലേക്ക് മുട്ടിക്കുക. അതിനുശേഷം ആ ഒരു പോയിന്റിൽ നിന്നും വൈ അക്ഷത്തിലേക്ക് ഒരു വര നീട്ടി വരയ്ക്കുക. ആ ഒരു വര എവിടെയാണോ ചെന്ന് മുട്ടുന്നത് അതായിരിക്കും 5ന് സമാനമായിട്ടുള്ള സ്ഥാനം. വൈ അക്ഷത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് 2.5 കിട്ടുന്നത്. അതായത് സ്ഥാനാന്തരം എന്ന് പറയുന്നത് 2.5 മീറ്റർ ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് 2.5 മീറ്റർ ആണ്. ഇനി ഇവിടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 1.5 മീറ്റർ സഞ്ചരിക്കാനെടുത്ത സമയം എത്രയാണ്? അപ്പോൾ നമുക്ക് വീണ്ടും ഗ്രാഫിലേക്ക് വരാം. വൈ അക്ഷത്തിലാണ് സ്ഥാനം അടയാളപ്പെടുത്തിയിരിക്കുന്നത് അല്ലേ. അപ്പോൾ 1.5 മീറ്ററിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കിട്ടുന്നത് എക്സ്, ആ ഒരു വരേനെ നമുക്ക് കിട്ടിയേക്കണ സ്ട്രൈറ്റ് ലൈൻ ഉണ്ടല്ലോ, ഓയിൽ നിന്ന് നമ്മൾ നേരെ വരച്ചേക്കുന്ന സ്ട്രൈറ്റ് ലൈൻ, അതിലേക്ക് മുട്ടിക്കാന്നുണ്ടെങ്കിൽ അതിൻ്റെ നേരെ താഴെ വരുന്നത് എത്ര ആയിരിക്കും? 2ൻ്റെയും 4ൻ്റെയും ഇടയിലാണ് വരുന്നത് അല്ലേ. അത് 3 സെക്കൻഡാണ്. അപ്പോൾ 1.5 മീറ്ററിൽ നമുക്ക് പറയാം എത്ര സമയം എടുത്തു എന്ന്? 3 സെക്കൻഡ് എടുത്തു എന്ന് പറയാം. ഒരു കാറിൻ്റെ ചലനവുമായി ബന്ധപ്പെട്ടുള്ള സ്ഥാന സമയ ഗ്രാഫാണ് തന്നിരിക്കുന്നത്. ഇതിൽ നിന്നും നമുക്ക് പ്രവേഗം കണ്ടെത്തണം. അതായത് കാറിൻ്റെ എ മുതൽ ബി വരെയുള്ള ആ ഒരു ഭാഗത്തിൻ്റെ പ്രവേഗം കണ്ടെത്തണം ഈ ഒരു ഗ്രാഫിൽ നിന്നും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഗ്രാഫിൽ എ മുതൽ ബി വരെയുള്ള ഭാഗത്തെ കാറിൻ്റെ സ്ഥാനാന്തരം എത്ര? എ മുതൽ ബി വരെ ആയതുകൊണ്ട് എ എന്ന് പറയുന്ന പോയിന്റ് എടുക്കുക, വൈ അക്ഷത്തിലേക്ക് നമുക്ക് പോവാം. അവിടെയാണ് സ്ഥാനം അടയാളപ്പെടുത്തിയിരിക്കുന്നത് അല്ലേ. അപ്പോൾ അവിടെ 20 ആണ്. ഇനി ബി എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും വൈ അക്ഷത്തിലേക്ക് പോകുമ്പോൾ അവിടെ 50 ആണ്. അപ്പോൾ 50 മൈനസ് 20 എന്ന് പറയുമ്പോൾ അവിടെ വരുന്ന സ്ഥാനാന്തരം എന്ന് പറയുന്നത് 30 മീറ്റർ ആണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ മുതൽ ബി വരെ കാറ് സഞ്ചരിക്കുന്നതിന് എടുത്ത സമയം എത്ര ആണ്? നമുക്കിവിടെ നോക്കാം. സമയം എക്സ് അക്ഷത്തിലാണ് സമയം അടയാളപ്പെടുത്തിയിരിക്കുന്നത് അല്ലേ. അപ്പോൾ T2 എന്ന് പറയുന്നത് 10 സെക്കൻഡും T1 എന്ന് പറയുന്നത് 4 സെക്കൻഡാണ്. 10 മൈനസ് 4 എന്ന് പറഞ്ഞാൽ 6 സെക്കൻഡാണ് സമയം വരുന്നത്. പ്രവേഗം കണ്ടുപിടിക്കാൻ സ്ഥാനാന്തരം വഴി സമയമാണ് അല്ലേ. ഇവിടെ സ്ഥാനാന്തരം നമുക്ക് കിട്ടിയിരിക്കുന്നത് 30ഉം അതേപോലെ സമയം കിട്ടിയിരിക്കുന്നത് 6ആണ്. അപ്പോൾ 30/6 എന്ന് പറയുമ്പോൾ 5 മീറ്റർ പെർ സെക്കൻഡാണ് ഇവിടെ പ്രവേഗം കിട്ടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ഗ്രാഫിൽ കാറിൻ്റെ 6ാം സെക്കൻഡിലെ സ്ഥാനം എത്ര? ഗ്രാഫിൽ എക്സ് അക്ഷത്തിലാണ് സമയം അടയാളപ്പെടുത്തിയിരിക്കുന്നത് അല്ലേ. അപ്പോൾ അതിൽ നമുക്ക് 6 എടുക്കാം. 6ൻ്റെ നേരെ മുകളിലേക്ക് ചെന്നിട്ട് ആ ഒരു പോയിന്റ് എവിടെ കൂട്ടിമുട്ടിയിരിക്കുന്നത്? 30 എന്ന് പറയുന്ന സ്ഥാനത്താണ് കൂട്ടിമുട്ടിയിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് പറയാം 6 എന്ന് പറയുന്ന സെക്കൻഡിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് 30 മീറ്റർ ആണെന്ന്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഈ കാറിന് ഏത് തരം പ്രവേഗമാണ് ഉള്ളത്? സമപ്രവേഗം, അസമപ്രവേഗം. തന്നിരിക്കുന്ന ഗ്രാഫിൽ സമയങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ഒന്ന് തന്നെയാണ് അല്ലേ. അത് 2ൻ്റെ വ്യത്യാസമാണ്. അതേപോലെ തന്നെ വൈ അക്ഷത്തിൽ സ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 10ൻ്റെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഇവിടെ സമപ്രവേഗമാണെന്ന് പറയാം.
അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത് 6 സെക്കൻഡിനും 8 സെക്കൻഡിനും ഇടയിൽ കാറിൻ്റെ പ്രവേഗം ഗ്രാഫിൽ നിന്ന് കണ്ടെത്തുക. അപ്പോൾ നമുക്ക് ഗ്രാഫിൽ നോക്കാം. 8 സെക്കൻഡിൽ വരുന്നത് 40ഉം 6 സെക്കൻഡിൽ വരുന്ന സ്ഥാനം എന്ന് പറയുന്നത് 30ആണ്. അപ്പോൾ നമുക്ക് പറയാം 40 - 30 എന്ന് പറഞ്ഞാൽ 10ആണ് ഇവിടെ സ്ഥാനാന്തരം വരുന്നത്. ഇനി നമുക്ക് സമയം നോക്കാം. 6ഉം 8ഉം സെക്കൻഡാണ് അല്ലേ. അപ്പോൾ നമുക്ക് 8 - 6 ചെയ്യുമ്പോൾ 2 സെക്കൻഡാണ് ഇവിടെ സമയം കിട്ടണത്. ഇനി നമുക്ക് പ്രവേഗം കണ്ടുപിടിക്കാം. പ്രവേഗം v = സ്ഥാനാന്തരം നമുക്ക് 10ആണ് കിട്ടിയത്, സമയം കിട്ടിയേക്കുന്നത് 2ആണ് അല്ലേ. അപ്പോൾ 10/2 5 മീറ്റർ/സെക്കൻഡ് ആണ് ഇവിടുത്തെ പ്രവേഗം എന്ന് പറയുന്നത്. തന്നിരിക്കുന്ന അളവുകളെ ഗ്രാഫ് പേപ്പറിൽ ഒതുങ്ങുന്ന രീതിയിൽ ചിത്രീകരിക്കുന്നതിനാണ് അനുയോജ്യമായ തോത് എടുക്കേണ്ടി വരുന്നത്. തോത് കൂടുന്നതിനനുസരിച്ച് ഗ്രാഫിൻ്റെ വലിപ്പം കുറഞ്ഞു വരുന്നു. എന്നാൽ ഗ്രാഫ് സൂചിപ്പിക്കുന്ന ഭൗതിക അളവിൻ്റെ മൂല്യത്തിൽ വ്യത്യാസം സംഭവിക്കുന്നില്ല. അതായത് ഇപ്പോൾ ഇവിടെ എക്സ് അക്ഷത്തിൽ 2, 4, 6, 8, 10 എന്ന് നമ്മൾ എഴുതുകൊണ്ടാണ് ഈ ഒരു ഗ്രാഫ് നമുക്ക് ഈ ഒരു ഗ്രാഫ് പേപ്പറിൽ ഒതുക്കാൻ പറ്റിയത്. അതായത് ഈ വാല്യൂസിനൊക്കെ നമുക്ക് ഈ ഒറ്റ ഗ്രാഫ് പേപ്പറിൽ ഒതുക്കാൻ പറ്റിയത്. നമ്മൾ നേരെ മറിച്ചിട്ട് എക്സ് അക്ഷത്തിൽ 1, 2, 3, 4 എന്ന് പറഞ്ഞ് അടയാളപ്പെടുത്താന്നുണ്ടെങ്കിലോ ഈ ഗ്രാഫിൻ്റെ വലിപ്പം ഒന്നും കൂടി കൂടും. അതായത് നമുക്ക് ഗ്രാഫ് പേപ്പർ കുറച്ചുകൂടി വലിയ ഗ്രാഫ് പേപ്പർ നമുക്ക് എടുക്കേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെയാണ് നമ്മൾ y അക്ഷത്തിൽ 10, 20, 30, 40 അങ്ങനെയാണ് നമ്മൾ അടയാളപ്പെടുത്തിയത് അല്ലേ. ഇനി അതിന് പകരം നമ്മൾ 5, 10, 15, 20 അങ്ങനെ അടയാളപ്പെടുത്താന്നുണ്ടെങ്കിലോ അപ്പോഴും ഈ വാല്യൂസിനനുസരിച്ചിട്ട് നമുക്ക് ഈ ഗ്രാഫിൻ്റെ വലിപ്പം കൂടിയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ എടുക്കുന്ന തോത് കൂടുതലാണെന്ന് വിചാരിക്കുക. അതായത് 10, 20, 30 എന്ന് പറയുന്ന ആ ഒരു വില കൂടി വരുന്നതിനനുസരിച്ചിട്ട് ഗ്രാഫ് ചെറുതായി വരാണ് ചെയ്യുന്നത്. അതായത് നമുക്കൊരു ചെറിയൊരു ഗ്രാഫ് പേപ്പറിൽ ഈ വാല്യൂസിനൊക്കെ നമുക്ക് ഒതുക്കി എഴുതാൻ പറ്റുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പം നിങ്ങൾ പരമാവധി തോത് എടുക്കുമ്പോൾ വലിയ വാല്യൂസ് വെച്ച് എടുക്കുക. പോയിന്റ് സ്ഥാനമൊക്കെ വരാന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അതിനനുസരിച്ചിട്ട് എഴുതിയാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ വലിയ വാല്യൂസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്രാഫ് പേപ്പറിൽ നമുക്ക് ഒതുക്കി വരയ്ക്കാൻ പറ്റും. അത്രയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അടുത്തതാണ് പ്രവേഗ സമയ ഗ്രാഫ്. ഇതാണ് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇത് നന്നായിട്ടൊന്ന് പഠിച്ചു വയ്ക്കുക. ഇവിടെ എക്സ് അക്ഷത്തിൽ കൊടുത്തിരിക്കുന്നത് സമയമാണ്, അതേപോലെ വൈ അക്ഷത്തിൽ പ്രവേഗവും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ തോത് തന്നിരിക്കുന്നത് എക്സ് അക്ഷത്തിൽ 1 സെൻറ്റിമീറ്ററിന് 2 സെക്കൻഡ് വെച്ചും വൈ അക്ഷത്തിൽ 1 സെൻറ്റിമീറ്ററിന് 10 മീറ്റർ/സെക്കൻഡും വെച്ചാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി ഗ്രാഫ് ഇവിടെ എങ്ങനെ വന്നിരിക്കുന്നത് നോക്കാം. ഇവിടെ 0 അടയാളപ്പെടുത്തി, അതേപോലെ 2 എക്സ് അക്ഷത്തിൽ 2 വന്നിരിക്കുന്നു, നേരെ മുകളിൽ 20 അവിടെ അടയാളപ്പെടുത്തി, അതേപോലെ 4ന് 40ഉം 6ന് 40, എക്സ് അക്ഷത്തിൽ 8ന് 40, 10ന് 40 അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യനുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് നോക്കാം. ക്വസ്റ്റ്യൻ നോക്കാം. ലഭിച്ച ഗ്രാഫിൽ നിന്ന് 4ാമത്തെയും 10ാമത്തെയും സെക്കൻഡിനിടയിലുണ്ടായ സ്ഥാനാന്തരം കണ്ടെത്തൂ. ഇവിടെ നമുക്കിവിടെ പ്രവേഗം എന്ന് പറയുന്നത് എന്താ, സ്ഥാനാന്തരം ബൈ സമയമാണ് അല്ലേ. ഇവിടെ എക്സ് അക്ഷത്തിൽ സമയവും വൈ അക്ഷത്തിൽ പ്രവേഗമാണ് തന്നിട്ടുള്ളത്. നമ്മുടെ അടുത്ത് സ്ഥാനാന്തരമാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. പ്രവേഗം കാണാനുള്ള സമവാക്യം എന്താ, സ്ഥാനാന്തരം ബൈ സമയമാണ് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം. 4ഉം 10ഉമാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഇവിടെ നമുക്ക് സമയം കണ്ടുപിടിക്കണം അല്ലേ. ഇവിടെ നമുക്ക് 4ഉം 10 എന്ന് പറയുന്ന പോയിന്റുകളാണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സമയം നമുക്ക് അതിൽ നിന്ന് കറക്റ്റായി കിട്ടില്ല. അതായത് 10 - 4 ചെയ്യണം നമുക്ക്. അതായത് 0ൽ നിന്നും 4 വരെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 4 സെക്കൻഡ് എന്ന് പറയാം. പക്ഷേ ഇത് സ്റ്റാർട്ടിങ് പറഞ്ഞേക്കുന്നത് 4ഉം അതേപോലെ എൻഡ് പറഞ്ഞേക്കുന്നത് 10ഉമാണ് അല്ലേ. 10ലാണ് അവസാനിക്കുന്നത്. അപ്പോൾ ആ 2 പോയിന്റ് ആകുമ്പോൾ നമുക്ക് 10 - 4 ചെയ്തിട്ട് അതിൻ്റെ ഇടയിലുള്ള സമയം എന്ന് പറയുന്നത് 6 സെക്കൻഡാണ്. ഇനി വൈ അക്ഷത്തിൽ തന്നിരിക്കുന്നത് പ്രവേഗമാണ്, സ്ഥാനാന്തരമല്ല തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത് പ്രവേഗമാണ്, സ്ഥാനാന്തരമാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ 4ാമത്തെ സെക്കൻഡിലുള്ള പ്രവേഗം എന്ന് പറയുന്നത് 40ആണ്. 10ാമത്തെ സെക്കൻഡിലേയും വരുമ്പോഴും 40 തന്നെയാണ് അല്ലേ. അപ്പോൾ പ്രവേഗത്തിന് മാറ്റമൊന്നുമില്ല. 2 സെക്കൻഡിലും വരണത്, അതായത് 4ഉം 10 എന്ന് പറയുന്ന 2 സെക്കൻഡിലും വരണ പ്രവേഗം എന്ന് പറയുന്നത് 40ആണ്. അതായത് v = ഇവിടെ 40ആണ്. നമ്മുടെ സമവാക്യം വരുന്നത് പ്രവേഗം = സ്ഥാനാന്തരം ബൈ സമയമാണ്. നമുക്ക് സ്ഥാനാന്തരമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ സമവാക്യം എന്ത് വരും, സ്ഥാനാന്തരം = പ്രവേഗം × സമയം വരും. ഇവിടെ പ്രവേഗം എന്ന് പറയുന്നത് 40ആണ്, സമയം എന്ന് പറയുന്നത് 6ആണ് അല്ലേ. അപ്പോൾ 40 × 6 നമുക്ക് എന്ത് കിട്ടും, 240 മീറ്ററാണ് എന്ത് കിട്ടുന്നത്, സ്ഥാനാന്തരം കിട്ടുന്നത്. ഇതാണ് നമുക്ക് ഈ ഗ്രാഫിൽ നിന്ന് ചെയ്യാൻ പറ്റുന്നത്. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മൾ മാത്തമാറ്റിക്കലായിട്ട് ചെയ്യുന്ന സമയത്ത് ഈ ABCD എന്ന് പറയുന്ന ഒരു ഭാഗം അതൊരു ചതുരമാണ് അല്ലേ. ആ ചതുരത്തിൻ്റെ പരപ്പളവ് നമ്മൾ കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് ഈ പറഞ്ഞ സ്ഥാനാന്തരത്തിന് തുല്യമായി കിട്ടുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായല്ലോ. ഇനി നിങ്ങൾ ഗ്രാഫിലൊന്ന് നോക്കാം. ഗ്രാഫിൽ അവിടെ ABCD എന്ന് പറഞ്ഞ് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ചതുരം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ ചതുരത്തിൻ്റെ പരപ്പളവ് എന്ന് പറയുന്നത് എങ്ങനെ കിട്ടും നമുക്ക്, AB × AD
അങ്ങനെ ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് ചതുരത്തിൻ്റെ പരപ്പളവ് കിട്ടും. അപ്പോൾ ഇതിന് തുല്യമാണ് എന്തെന്നാണ് പറഞ്ഞിരിക്കുന്നത്, നമ്മൾ ഇപ്പോൾ കണ്ടുപിടിച്ച സ്ഥാനാന്തരം എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. പ്രത്യേകിച്ച് കൺഫ്യൂഷനൊന്നും വരുത്തണ്ട. നമ്മൾ മാത്സിൻ്റെ പരമായിട്ട് ചെയ്യുമ്പോൾ പരപ്പളവ് കണ്ടുപിടിക്കാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സ്ഥാനാന്തരം കിട്ടുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല കേട്ടോ. ആ ബോക്സിൽ തന്നിട്ടുള്ളത് നോക്കാം. ഒരു പ്രവേഗ സമയ ഗ്രാഫിൽ നിശ്ചിത ഇടവേളകൾക്കിടയിൽ വസ്തുവിനുണ്ടാകുന്ന സ്ഥാനാന്തരത്തിൻ്റെ അളവ് ആ സമയ ഇടവേളയിലെ ഗ്രാഫിന് ചുവടെയുള്ള ഭാഗത്തിൻ്റെ പരപ്പളവിന് തുല്യമായിരിക്കും. അതായത് ഗ്രാഫിൽ നിന്ന് നമ്മൾ AB × AD ചെയ്യുകയാണെന്നുണ്ടെങ്കിലും എന്ത് കിട്ടും, സ്ഥാനാന്തരം കിട്ടുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ആദ്യത്തെ 4 സെക്കൻഡിലെ സ്ഥാനാന്തരം ഗ്രാഫിൽ നിന്നും കണ്ടെത്തൂ. അപ്പോൾ നമുക്ക് നോക്കാം. അത് ഗ്രാഫ് പേപ്പറിൽ 0 മുതൽ 4 വരെയും അതേപോലെ തന്നെ y അക്ഷത്തിൽ 40 വരെയാണല്ലേ. ആ പോയിന്റുകൾ തമ്മിൽ യോജിപ്പിക്കുമ്പോൾ ഒരു ത്രികോണമാണ് നമുക്ക് കിട്ടുന്നത്. അതായത് ത്രികോണത്തിൻ്റെ പരപ്പളവ് കാണാനുള്ള സമവാക്യമാണ് ഹാഫ് BH എന്ന് പറയുന്നത്. അപ്പോൾ ഈ വാല്യൂസൊക്കെ നമുക്ക് ഗ്രാഫിൽ നിന്ന് എടുത്ത് എഴുതാം. B എന്ന് പറയുന്നത് 4 ആണ്, H എന്ന് പറയുന്നത് അതായത് ഉയരം എന്ന് പറയുന്നത് 40 ആണ്. ഇക്വേഷൻ വരുന്നത് ഹാഫ് × B × H ആണ്. അത് വീതി × ഉയരം അല്ലേ. ഇക്വേഷനിലേക്ക് നമുക്ക് ഈ വാല്യൂസൊക്കെ ഒന്ന് ആഡ് ചെയ്യാം. ഹാഫ് × Bക്ക് 4 കൊടുക്കാം, Hന് 40 കൊടുക്കാം. എന്നിട്ട് 4ഉം 2ഉം കൂടി നമുക്ക് 2 വെച്ച് കട്ട് ചെയ്യാം അല്ലേ. അപ്പോൾ മുകളിൽ 2 × 40 വരും. അപ്പോൾ ആൻസർ വരുന്നത് 80 മീറ്റർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത് ആദ്യത്തെ 4 സെക്കൻഡ് കൊണ്ടുണ്ടായ പ്രവേഗമാറ്റം എത്ര, ത്വരണം എത്ര. ഇവിടെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് പ്രവേഗമാറ്റം കാണാനാണ് അല്ലേ. y അക്ഷത്തിലാണ് പ്രവേഗം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ആദ്യത്തെ 4 സെക്കൻഡിലുണ്ടായിട്ടുള്ള പ്രവേഗമാറ്റമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ആദ്യ പ്രവേഗം എന്ന് പറയുന്നത് u ആണ്. ഇവിടെ ആദ്യ പ്രവേഗം u എന്ന് പറയുന്നത് 0 ആണ് വരുന്നത്. അന്ത്യപ്രവേഗം എന്ന് പറയുന്നത് എത്രയാണ്, 40 ആണ് അല്ലേ. അത് തമ്മിലുള്ള വ്യത്യാസമാണ് ചോദിച്ചിരിക്കുന്നത്. അത് പ്രവേഗമാറ്റം. അന്ത്യപ്രവേഗം മൈനസ് ആദ്യ പ്രവേഗമാണ് പ്രവേഗമാറ്റം എന്ന് പറയുന്നത്. അതായത് v - u. v എന്ന് പറയുന്നത് 40, u എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ 40 - 0 എന്ന് പറയുമ്പോൾ 40 മീറ്റർ/സെക്കൻഡ് ആണ് ഇവിടെ പ്രവേഗമാറ്റമായിട്ട് കിട്ടുന്നത്. അടുത്തത് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് ത്വരണമാണ്. ത്വരണം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ, v - u/t ആണ് അല്ലേ. A = v - u/t എന്ന് വരുമ്പോൾ 40/4 ദാറ്റ് ഈസ് ഈക്വൽ ടു 10 മീറ്റർ/സെക്കൻഡ്² ആണ് ത്വരണമായിട്ട് ഇവിടെ കിട്ടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 4 സെക്കൻഡിനും 10 സെക്കൻഡിനും ഇടയിൽ ഈ വാഹനത്തിന്റെ ത്വരണം എത്ര. ഗ്രാഫിൽ നമുക്ക് നോക്കാം. 4 സെക്കൻഡിലുള്ള പ്രവേഗം എന്ന് പറയുന്നത് 40 ആണ്, 10 സെക്കൻഡിലെ പ്രവേഗം എന്ന് പറയുന്നതും 40 ആണ് അല്ലേ. അപ്പോൾ പ്രവേഗമാറ്റം എന്ന് പറയുന്നത് അപ്പോൾ എന്ത് വരും, v - u എന്ന് പറയുന്നത് 40 - 40 0 ആണ് വരുന്നത് അല്ലേ. ഇനി സമയം പറഞ്ഞിട്ടുള്ളത് 4 സെക്കൻഡും 10 സെക്കൻഡാണ്. അപ്പോൾ 10 - 4 6 ആണ് വരുന്നത്. അപ്പോൾ നമുക്കിവിടെ ത്വരണം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ v - u/t ആണ് അല്ലേ. ഈ വിലകളൊക്കെ ഈ ഒരു സമവാക്യത്തിൽ കൊടുക്കുമ്പോൾ 40 - 40 ഡിവൈഡഡ് ബൈ 6. 40 - 40 എന്ന് പറഞ്ഞാൽ 0 ആണ്. 0/6 എന്ന് പറഞ്ഞാൽ ഓൾറെഡി 0 തന്നെയായിരിക്കും കിട്ടുക. ചലനവുമായി ബന്ധപ്പെട്ടുള്ള സമവാക്യങ്ങളാണ് ഇവിടെ നോക്കാൻ പോകുന്നത്. സമത്വരണത്തോടെ സഞ്ചരിക്കുന്ന ഒരു വസ്തുവിൻ്റെ ആദ്യ പ്രവേഗം എന്ന് പറയുന്നത് u ആണ്. അന്ത്യപ്രവേഗം എന്ന് പറയുന്നത് v ആണ്. uവും vയും മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യം ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം. അതൊന്ന് ഓർമ്മയിൽ വെച്ചാൽ മതി. ആൽഫബറ്റ്സ് എഴുതുമ്പോൾ u കഴിഞ്ഞിട്ടാണ് v വരാറ്. അപ്പോൾ ആദ്യപ്രവേഗം u ആയിട്ട് എടുക്കാം, അന്ത്യപ്രവേഗം v ആയിട്ടും എടുക്കാം. പിന്നെ ഇവിടെ പറഞ്ഞിട്ടുള്ളത് സ്ഥാനാന്തരം എന്ന് പറയുന്നത് s ആണ്, ത്വരണം എന്ന് പറയുന്നത് a ആണ്. പ്രവേഗമാറ്റത്തിനെടുത്ത സമയം എന്ന് പറയുന്നത് t ആണ്. പ്രവേഗവും സമയവും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കാൻ നമുക്ക് v = u + at എന്ന് പറയുന്ന സമവാക്യം ഉപയോഗിക്കാം. സ്ഥാനാന്തരവും സമയവും തമ്മിലുള്ള ബന്ധം കണക്കാക്കാൻ വേണ്ടിയിട്ട് s = ut + ½ at² എന്ന ഇക്വേഷനും ഉപയോഗിക്കാം. അപ്പോൾ ഇതൊക്കെ ഒന്ന് പഠിച്ചു വെക്കാം. ഇക്വേഷൻ ഇവിടെ റൈറ്റ് സൈഡിൽ തന്നിട്ടുണ്ട്. v = u + at, s = ut + ½ at², v² = u² + 2as. ഇനി ഇത് ഉപയോഗിച്ചുള്ള കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ. നിശ്ചലാവസ്ഥയിൽ നിന്നും പുറപ്പെട്ട ഒരു വസ്തുവിൻ്റെ പ്രവേഗം 2 സെക്കൻഡ് കൊണ്ട് 20 മീറ്റർ/സെക്കൻഡും 6 സെക്കൻഡ് കൊണ്ട് 40 മീറ്റർ/സെക്കൻഡുമായി. ഈ സമയ ഇടവേളകളിൽ വസ്തുവിനുണ്ടായ സ്ഥാനാന്തരം എത്ര. സ്ഥാനാന്തരം കണ്ടുപിടിക്കാനുള്ള സമവാക്യമാണ് s = ut + ½ at². അത് നിങ്ങൾ ആദ്യം എഴുതി വയ്ക്കുക. അതിനുശേഷം തന്നിട്ടുള്ള വാല്യൂസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ ആദ്യ പ്രവേഗം u എന്ന് പറയുന്നത് 20 മീറ്റർ/സെക്കൻഡ് ആണ്. അന്ത്യപ്രവേഗം v എന്ന് പറയുന്നത് 40 മീറ്റർ/സെക്കൻഡ് ആണ് അല്ലേ. പിന്നെ അതിനടുത്ത സമയം എന്ന് പറഞ്ഞിട്ടുണ്ട് 2 സെക്കൻഡ് 6 സെക്കൻഡ് തന്നിട്ടുണ്ട്. അപ്പോൾ സമയ വ്യത്യാസം എടുത്താലേ നമുക്ക് അതിൽ നിന്ന് സമയം കിട്ടുള്ളൂ. അപ്പോൾ നമുക്കിവിടെ പറയാം 6 - 2 = 4 സെക്കൻഡാണ് സമയം എന്ന് പറയാം അല്ലേ. ഇനി നമുക്ക് ഇക്വേഷനിൽ എന്ത് വേണ്ടത്, ut + ½ at² ആണ് വേണ്ടത്. അപ്പോൾ നമുക്ക് a ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം a കണ്ടുപിടിക്കണം. അപ്പോൾ a കണ്ടുപിടിക്കാനുള്ള സമവാക്യം എന്താ, v - u/t ആണ് a കണ്ടുപിടിക്കാനുള്ള സമവാക്യം.
എ സീക്വൽ ടു വി മൈനസ് യു ടി എന്ന് പറയുന്ന ഇക്വേഷനിൽ തന്നിരിക്കുന്ന വാല്യൂസ് ഒക്കെ കൊടുക്കാം. നമുക്ക് വിക്ക് 40, യുന് 20, സമയത്തിന് 4 കൊടുക്കാം. അപ്പോൾ എന്ത് വരും? 40 മൈനസ് 20 20 വരും. സമയം 4ആണ്. 20/4 എന്ന് പറഞ്ഞാൽ 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എ കിട്ടി നമുക്ക്. ഇനി സ്ഥാനാന്തരം എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ആണ് അല്ലേ. ഇവിടെ യു എന്ന് പറയുന്നത് എത്ര? 20 ആണ്. ടി എന്ന് പറയുന്നത് 4 ആണ് അല്ലേ. പ്ലസ് ഹാഫ് ഇൻറ്റു എ എന്ന് പറയുന്നത് എത്ര കിട്ടിയത്? 5 ആണ് കിട്ടിയത് അല്ലേ. അതുപോലെ തന്നെ ടി എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ അവിടെ 4 സ്ക്വയർ ഉണ്ട് അല്ലേ. ഞാൻ ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. നിങ്ങളിതൊക്കെ സ്കിപ്പ് ചെയ്യുമെന്ന് എനിക്കറിയാം. ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലും ഡൗട്ട് വന്നാലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ആണ്. യു എന്ന് പറയുന്നത് 20ഉം ടി എന്ന് പറയുന്നത് 4ഉം എ എന്ന് പറയുന്നത് 5ഉം. ഇതൊക്കെ പ്രോബ്ലത്തിൽ തന്നിട്ടുള്ള കാര്യങ്ങളാണ്. എ നമ്മൾ കണ്ടുപിടിച്ചു. ഈ വാല്യൂസ് ഒക്കെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. യുന് 20 കൊടുക്കാം, ടിക്ക് 40 കൊടുക്കാം അല്ലേ. അതിനൊരു ബ്രാക്കറ്റിലാക്കി നിർത്താം. പ്ലസ് ഹാഫ് ഇൻറ്റു എക്ക് 5 കൊടുക്കാം. ടി എന്ന് പറയുന്നത് 4 ആണല്ലോ. ടി സ്ക്വയർ ആയതുകൊണ്ട് 4 × 4. 20 × 4 എന്ന് പറയുന്നത് 80 ആണ്. പ്ലസ് ആ 4ഉം 2ഉം കൂടി ഒന്ന് ക്യാൻസൽ ചെയ്യുമ്പോൾ 4ൻ്റെ മുകളിൽ 2 ഇട്ട് കൊടുക്കാം അല്ലേ. അപ്പോൾ ബാക്കി വരുന്നത് എന്ത് വരും? 5 × 2 × 4 ആണ്. അതായത് 5 × 2 10, 10 × 4 40. അപ്പോൾ 80 + 40 120 മീറ്ററാണ് എന്ത് കിട്ടുന്നത്? സ്ഥാനാന്തരം കിട്ടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു കാറിൻ്റെ പ്രവേഗം 10 സെക്കൻഡ് കൊണ്ട് 6 മീറ്റർ പെർ സെക്കൻഡിൽ നിന്നും 16 മീറ്റർ പെർ സെക്കൻഡിലേക്ക് എത്തുന്നുവെങ്കിൽ കാറിൻ്റെ ത്വരണം കണക്കാക്കുക. കാറിനുണ്ടായ സ്ഥാനാന്തരം എത്ര? അപ്പോൾ തന്നിട്ടുള്ള വാല്യൂസ് ഒക്കെ എഴുതാം. യു എന്ന് പറയുന്നത് 6 സെക്കൻഡിൽ നിന്നും 6 മീറ്റർ പെർ സെക്കൻഡിൽ നിന്നും 16 മീറ്റർ പെർ സെക്കൻഡ് ആണ് അല്ലേ. അപ്പോൾ യു എന്ന് പറയുന്നത് 6 ആയിട്ട് എടുക്കാം. വി എന്ന് പറയുന്നത് 16 ആയിട്ട് എടുക്കാം. ടി എന്ന് പറയുന്നത് 10 ആയിട്ട് എടുക്കാം അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ സ്ഥാനാന്തരം കണ്ടുപിടിക്കണം. സ്ഥാനാന്തരം കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് വേണം? എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എ കണ്ടുപിടിക്കണം അല്ലേ. എ ഓൾറെഡി കാണാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എ കാണാനുള്ള സമവാക്യം എന്ന് പറഞ്ഞാൽ വി മൈനസ് യു ബൈ ടി ആണ്. വി എന്ന് പറയുന്നത് 16 മൈനസ് യു എന്ന് പറയുന്നത് 6 ആണ് അല്ലേ. 16 - 6 10 കിട്ടും. സമയം 10 തന്നെയാണ്. അപ്പോൾ 10/10 1 ആണ് കിട്ടുന്നത്. എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ആണ്. യു എന്ന് പറഞ്ഞാൽ 6, ടി എന്ന് പറഞ്ഞാൽ 10. അതായത് 6 × 10 60 മീറ്റർ. അത് നമുക്ക് അവിടെ എഴുതാം. പ്ലസ് ഹാഫ് ഇൻറ്റു എ എന്ന് പറയുന്നത് 1 ആണ്. ടി എന്ന് പറയുന്നത് 10 ആണ്. അപ്പോൾ 10 × 10 വരും കേട്ടോ. അപ്പോൾ 10ഉം താഴെ കിടക്കുന്ന 2ഉം കൂടി ഒന്ന് ക്യാൻസൽ ചെയ്യുമ്പോൾ മുകളിൽ ഒരു 5 വരും. അതായത് 1 × 5 × 10 എന്ത് വരും? 50 വരും. 60 + 50 ഇപ്പോൾ എന്താ വരിക? 110 മീറ്ററാണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പുറപ്പെട്ട ഒരു ട്രെയിനിൻ്റെ പ്രവേഗം 10 മിനിറ്റ് കൊണ്ട് 90 km/h ആയി എങ്കിൽ ട്രെയിനിൻ്റെ ത്വരണം കണക്കാക്കുക. ഇവിടെ km/h നമുക്ക് മീറ്റർ പെർ സെക്കൻഡിലേക്ക് ആക്കേണ്ട ആവശ്യമുണ്ട് അല്ലേ. ഏത് വിലയാണോ km/h എന്ന് പറഞ്ഞ് തരുന്നത് അതേ ഇൻറ്റു 5/18 ചെയ്താൽ മതി കേട്ടോ. അതിന് ശേഷം നമുക്ക് എന്ത് കിട്ടും? മീറ്റർ പെർ സെക്കൻഡിലേക്കുള്ള വാല്യൂ കിട്ടും. അപ്പോൾ ഇവിടെ യു എന്ന് പറയുന്നത് ആദ്യ പ്രവേഗം എന്ന് പറയുന്നത് 0 ആണ്. അതായത് ഇവിടെ വേറെ വാല്യൂസ് ഒന്നും തന്നിട്ടില്ല. അതായത് ഇത്ര മീറ്റർ ഇത്രയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇത്രയിൽ അവസാനിച്ചു അങ്ങനെയൊന്നും പറയാത്തത് കൊണ്ട് ഇവിടെ പറഞ്ഞിട്ട് എന്താ? സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ട ഒരു ട്രെയിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. പുറപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താ? അത് ആദ്യം നിശ്ചലാവസ്ഥയിലായിരുന്നു. അതുകൊണ്ട് യു എന്ന് പറയുന്നത് ഇവിടെ 0 ആണ് അല്ലേ. അതിന് പിന്നെ പറഞ്ഞിട്ടുള്ളത് ട്രെയിനിൻ്റെ വേഗം 10 മിനിറ്റ് കൊണ്ട് 90 km/h ആയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ km/h മാറ്റിയപ്പോൾ 25 മീറ്റർ പെർ സെക്കൻഡ് കിട്ടി. അതാണ് നമ്മുടെ അന്ത്യപ്രവേഗം എന്ന് പറയുന്നത് വി. നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ യുവും വിയും കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ആലോചിച്ച് നോക്കാം. മീറ്റർ പെർ സെക്കൻഡിൽ 2 വിലകൾ തരാമെന്നുണ്ടെങ്കിൽ അതിലൊന്ന് യുവും ഒന്ന് വി ആയിരിക്കും. നിശ്ചലാവസ്ഥയിൽ നിന്ന് പുറപ്പെട്ടു എന്ന് പറയാമെന്നുണ്ടെങ്കിൽ യു എന്ന് പറയുന്നത് എപ്പോഴും 0 ആയിരിക്കും. വിയുടെ അളവായിരിക്കും അവിടെ തന്നിട്ടുണ്ടാവുക. കേട്ടല്ലോ. അപ്പോൾ ഇവിടെ നിശ്ചലാവസ്ഥയിൽ നിന്നാണ് പുറപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് യു 0 ആണ്. വി ആണ് ഇവിടെ തന്നിട്ടുള്ളത് 90. അപ്പോൾ 90 നമ്മൾ മീറ്റർ പെർ സെക്കൻഡിലേക്ക് ആക്കിയപ്പോൾ 25 കിട്ടി. സമയം പറഞ്ഞിട്ടുണ്ട് 10 മിനിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. മിനിറ്റിന് നമുക്ക് സെക്കൻഡിലേക്ക് ആക്കണമല്ലോ. അപ്പോൾ എന്ത് ചെയ്യണം? ഇൻറ്റു 60 ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ഇവിടെ 600 സെക്കൻഡ് കിട്ടും. ഇനി നമുക്ക് ത്വരണം കണ്ടുപിടിക്കാം. വി മൈനസ് യു ബൈ ടി ആണ്. വി എന്ന് പറയുന്നത് 25 ആണ്. യു എന്ന് പറയുന്നത് 0 ആണ് അല്ലേ. ഡിവൈഡഡ് ബൈ 600. 25നെ 600 കൊണ്ട് ഹരിക്കണം നമുക്ക്. അപ്പോൾ എന്ത് വരും? 1/24 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ. നിശ്ചലാവസ്ഥയിൽ നിന്ന് 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ സമത്വരണത്തോടെ പതിക്കുന്ന വസ്തു തറയിൽ തൊടുന്നതിന് തൊട്ട് മുമ്പ് അതിൻ്റെ പ്രവേഗം 20 മീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിൽ വസ്തു എത്ര ഉയരത്തിൽ നിന്നാണ് പുറപ്പെടുന്നത്? ഇവിടെ 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ സമത്വരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ത്വരണം തന്നിട്ടുണ്ട് അല്ലേ. പിന്നെ ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്താ?
ആ വസ്തു തറയിൽ തൊടുന്നതിന് തൊട്ട് മുമ്പത്തെ പ്രവേഗമാണ് തന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ തറയിൽ തൊട്ട് കഴിഞ്ഞാൽ അത് 0 ആയിട്ട് മാറും. അപ്പോൾ തൊട്ട് മുമ്പ് വരെയുള്ളത് എന്തായിരിക്കും 20 മീറ്റർ/സെക്കൻഡ്. അതായത് v ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആദ്യ പ്രവേഗം എന്ന് പറയുന്നത് 0 ആണ് അല്ലേ. നിശ്ചലാവസ്ഥയിൽ നിന്ന് പറഞ്ഞത് കൊണ്ട് u ആദ്യ പ്രവേഗം 0 ആയിട്ട് എടുക്കാം. അപ്പോൾ ഇവിടെ v² = u² + 2as. ഇവിടെ നമുക്ക് കൊടുക്കാം v² എന്ന് പറയുന്നത് എന്താ 20 × 20. അത് 400 ആണ് അല്ലേ. പിന്നെ u എന്ന് പറയുന്നത് 0 ആണ് ഇൻറ്റു 2 അങ്ങനെ തന്നെ കൊടുത്തു. a എന്ന് പറയുന്നത് 10ഉം s എന്ന് പറയുന്നത് നമുക്ക് കണ്ടെത്താനുള്ളതാണ് അല്ലേ. അപ്പോൾ s അങ്ങനെ തന്നെ എഴുതി. ഇനി അതിന് ശേഷം എന്ത് ചെയ്തു 400 = 20 × s. s ആണല്ലോ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എന്ത് വരും 400/20 വരും. അതായത് എസിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾ 20 ആണ്. അതുകൊണ്ട് തന്നെ =ൻ്റെ റൈറ്റ് സൈഡിലേക്ക് വന്നപ്പോൾ അത് എന്താ ഗുണനം വന്നത് എന്തായി മാറി ഹരണമായി മാറി. അപ്പോൾ 400/20 എന്ന് പറയുമ്പോൾ 20 മീറ്ററാണ് എസ് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു പ്രോബ്ലത്തോടു കൂടി ഒരു ചാപ്റ്റർ അവസാനിച്ചു. ഇനി വിലയിരുത്താമെന്ന് പറയുന്ന ഒരു ഭാഗമാണ്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം.